മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് നോക്കാം. In an electrochemical cell, dichromate ions in aqueous acidic medium are reduced to Cr3+. The current in amperes that flow through the cell for 48.25 minutes to produce 1 mole of Cr3+. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇക്വലൻസ് ബേസിൽ ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമൽ നമ്മൾ ഫാരഡേസ് ലോ അപ്ലൈ ചെയ്യുന്ന വിധത്തിലും ചെയ്യാം. അപ്പൊ ഞാൻ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കാരണം നമുക്ക് മൾട്ടിപ്പിൾ വേസ് ഓഫ് അപ്രോച്ച് ഒരു ക്വസ്റ്റ്യന്റെ എങ്ങനെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ള അതിന്റെ മൾട്ടിപ്പിൾ വേസ് പഠിച്ചു വെക്കുന്നത് എപ്പോഴും ഒരു ജെഇ അഡ്വാൻസ് അല്ലെങ്കിൽ ജെഇ മെയിൻ ഏത് കാറ്റഗറി എക്സാംസ് ചെയ്യുന്ന കുട്ടികൾക്ക് അത് ബെനിഫിഷ്യൽ ആണ്. കാരണം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേസ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ദി കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ്. ഓക്കെ, സോ ജസ്റ്റ് നോക്കൂ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് Cr2O2- അയോൺ ഡൈക്രോമേറ്റ് അയോൺ എന്തായിട്ട് മാറുന്നുണ്ട്? Cr3+ ആയിട്ട് മാറുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് എത്ര ഇലക്ട്രോൺ ആണ് ഇവിടെ ഡൈക്രോമേറ്റ് അയോൺ വാങ്ങിയത് എന്ന് നമുക്ക് അറിയണം. ഡൈക്രോമേറ്റ് അയോൺ എത്ര ഇലക്ട്രോണിനെ വാങ്ങിയിട്ടാണ് ഇവിടെ Cr3+ ആയത് നമുക്കൊന്ന് അസസ് ചെയ്യണം. അതിനാദ്യം നമുക്ക് ക്രോമിന്റെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പൊ ഇവിടെ ക്രോമിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 12 ആണ്. ഇവിടെ ക്രോമിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 6 ആണ്. 12 6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറണമെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺ കയറിയിട്ടുണ്ടാവണം? 6 ഇലക്ട്രോൺ അവൻ വാങ്ങിയിട്ടുണ്ടാവണം. മേക്ക് സെൻസ്? ഓക്കെ, അപ്പൊ 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 6 മോൾസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗിവ്സ് 6 ഫാരഡേ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 2 മോൾ ക്രോമിയം 3+ ആണ് കിട്ടുന്നത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 1 മോൾ ക്രോമിയം 3+ കിട്ടാൻ ഉള്ള കറണ്ട് എത്രയാണ്? ഇപ്പൊ 6 ഫാരഡേ ചാർജ് ഞാൻ പാസ് ചെയ്യുമ്പോൾ 2 മോൾ Cr3+ ആണ് എനിക്ക് കിട്ടുന്നത്. എന്നാൽ 1 മോൾ Cr3+ എനിക്ക് കിട്ടണമെങ്കിൽ എത്ര ഫാരഡേ ചാർജ് ഞാൻ പാസ് ചെയ്യണം? ഒബ്വിയസ്ലി അതിന്റെ പകുതി 3 ഫാരഡേ. അപ്പൊ എനിക്ക് ചാർജ് എത്രയാന്ന് കിട്ടി, പാസ് ചെയ്യേണ്ട ചാർജ്. ഇനി എന്താ കാണാൻ പറഞ്ഞു? കറണ്ട് ആണ് കാണാൻ പറഞ്ഞു അല്ലെ? അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി പറയാം. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലുണ്ട്, അതിൽ നമുക്ക് ഡൈക്രോമേറ്റ് അയോൺ കൊടുത്തിട്ടുണ്ട്. അത് അസിഡിക് മീഡിയത്തിലാണ് നിൽക്കുന്നത്. ഇറ്റ് ഗെറ്റ് റെഡ്യൂസ് ടു Cr3+. അപ്പൊ കറണ്ട് പാസ് ചെയ്തപ്പോൾ Cr2O2- എന്തായി മാറി? Cr3+ അയോൺസ് ആയിട്ട് മാറി. അപ്പൊ കറണ്ട് പാസ് ചെയ്താൽ യു ഹാവ് പാസ്ഡ് ഇലക്ട്രോൺസ്. അപ്പൊ എത്ര ഇലക്ട്രോൺസിനെ വാങ്ങിയിട്ടാണ് ഇവൻ Cr3+ ആയി മാറിയത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, റിയാക്ഷൻ എഴുതിയിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു ഡൈക്രോമേറ്റ് അയോണിന് 6 ഇലക്ട്രോൺസിനെ വാങ്ങിയാൽ അത് 2 Cr3+ തരുന്നു നമ്മൾ കണ്ടെത്തി. ശരിയല്ലേ? അപ്പൊ 6 ഫാരഡേ ചാർജ് പാസ് ചെയ്യുമ്പോൾ 2 മോൾ Cr3+ കിട്ടുന്നു. എന്നോട് ചോദിച്ചത് 1 Cr3+ കിട്ടാനുള്ള കറണ്ട് എത്രയാണെന്നാണ്. അപ്പൊ അത് ഞാൻ 1 മോൾ Cr3+ കിട്ടാനുള്ള ചാർജ് എത്രയായിരിക്കും? 6 ഫാരഡേ 2 മോൾ ആണെങ്കിൽ 1 മോൾ Cr3+ എനിക്ക് 3 ഫാരഡേ തരുന്നു, അല്ലെങ്കിൽ 3 ഫാരഡേ ചാർജ് ആവശ്യമുണ്ട്. ഇനി ഇതിനെന്താക്കണം? കറണ്ട് ആക്കണം. അപ്പൊ ചാർജ് 3 ഫാരഡേ ആണ്, അഥവാ 3 × 96500 കൂളോം ആണ്. വാട്ട് ഇസ് കറണ്ട്? നമുക്കറിയാം ചാർജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം അല്ലേ? വാട്ട് ഇസ് കറണ്ട്? കറണ്ട് ഈക്വൽ ടു ചാർജ് ബൈ ടൈം. ചാർജ് ഇസ് ഈക്വൽ ടു 3 × 96500. ടൈം എത്രയാ? ടൈം തന്നിട്ടുണ്ട് 48.25 മിനിറ്റ്സ്. അതിന് സെക്കൻഡിലേക്ക് മാറ്റണം. 4825 × 60. ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. ദിസ് ഇസ് വൺ വേ ഓഫ് അപ്രോച്ച്. ഓക്കെ അല്ലേ? അപ്പം 100 ആംപിയർ കറണ്ട് നിങ്ങൾ പാസ് ചെയ്താൽ നിങ്ങൾക്ക് 1 മോൾ Cr3+ കിട്ടും. ഇനി എന്താണ് രണ്ടാമത്തെ അപ്രോച്ച്? രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇക്വലൻസ് ബേസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം എത്ര ഇക്വലൻസ് ഓഫ് Cr ഡൈക്രോമേറ്റ് അയോൺ വിൽ ബി ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് ക്രോമിയം അല്ലെ? ഇതാണ് ലോ ഓഫ് ഇക്വലൻസ്. ഒരു ഇക്വലന്റ് ഡൈക്രോമേറ്റ് വിൽ റിയാക്ട് വിത്ത് 1 ഇക്വലന്റ് ഓഫ് ഇലക്ട്രോൺ ടു ഗിവ് 1 ഇക്വലന്റ് ഓഫ് Cr3+. ലോ ഓഫ് ഇക്വലൻസ്, ലോ ഓഫ് കെമിക്കൽ ഇക്വലൻസ്, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ അതെങ്ങനെ വരിക? അപ്പൊ ഇവിടുന്ന് എനിക്ക് എഴുതാം ഇക്വലൻസ് ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് Cr3+. ആണല്ലോ? ഇക്വലൻസ് ഓഫ് ഇലക്ട്രോണും ഇക്വലൻസ് ഓഫ് Cr3+. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇക്വലൻസ് ഓഫ് ഇലക്ട്രോൺ എടുക്കാനുള്ള കാരണം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ചാർജ് ആണ് അല്ലെ കറണ്ട് ആണ് അല്ലേ? അപ്പൊ എന്തായാലും ഇക്വലൻസ് ഓഫ് ഇലക്ട്രോൺ എടുക്കണം, അല്ലാതെ ഡൈക്രോമേറ്റ് ആയതുകൊണ്ട് ഇക്വലൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല.
അപ്പോൾ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു വാലൻസി ഫാക്ടർ ആണ്. അപ്പോൾ ഇക്വലൻസ് ഓഫ് CR3+ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് എത്രയാണ് വേണ്ട 1 മോൾ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. വാട്ട് ഇസ് എ വാലൻസി ഫാക്ടർ ഓഫ് CR3+? മക്കൾ നോക്കൂ, CR3+ന്റെ വാലൻസി ഫാക്ടർ എത്രയാ? തിരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. CR3+ ഇവിടെ ടോട്ടൽ ചാർജ് എത്രയാ? +6. ഇവിടെ ടോട്ടൽ ചാർജ് എത്ര? +12. അപ്പോൾ ഡിഫറൻസ് എത്രയാ? 6. പക്ഷെ ഇവിടെ 2 CR3+, 1 CR3+ന് എത്ര വരണം? 3 എന്ന് വരണം. അപ്പോൾ വാലൻസി ഫാക്ടർ ഓഫ് CR3+ is 3. ഓക്കെ അല്ലേ? അപ്പോൾ വാലൻസി ഫാക്ടർ 3. അപ്പോൾ ഇക്വലൻസ് ഓഫ് ഇലക്ട്രോൺ is equal to 3 എന്ന് കിട്ടി. വാട്ട് ഇസ് ഇക്വലൻസ് ഓഫ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എന്താ? ചാർജ് ആണ്. അതായത് കറണ്ട് ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടി എത്രയാ? 48.25 ഇൻറ്റു 60 IT/Q അല്ലേ? IT/Q. Q എത്രയാ? 96500. അതായത് ഫാരഡേ. IT/ഫാരഡേ. അപ്പോൾ കറണ്ട് നമുക്ക് ഇതാണ് ഇക്വലൻസ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് പറഞ്ഞാൽ IT. ഇനി അതിനെ ഫാരഡേയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുകയാണ്? ബൈ F കുളോംബിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബൈ 96500. ദിസ് ഇസ് ചാർജ്. ഇതാണ് ഇക്വലൻസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ വാട്ട് ഇസ് I? I is equal to 3 into 96500 by 48.25 into 60. So same തന്നെ. അപ്പോൾ അവിടെ നമുക്ക് 100 എന്ന് കിട്ടും. 100 ആണ്. So what is equivalence of electron? It is equal to the charge. Okay. അപ്പോൾ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? I into T. Q equal to IT ആണ്. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കുളോംബിലേക്ക് മാറ്റാൻ വേണ്ടി 96500 കൂടി അവിടെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, റെഡി അല്ലേ?